പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസയുടെ പിന്നിൽ പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്. ലോകത്തെ ഏറ്റവും വലിയ ബില്യനേഴ്സ് റിച്ച് ആവാൻ വേണ്ടി അവർ യൂസ് ചെയ്തൊരു മെത്തേഡാണ് ദ ഹൈക്കേഴ്സ് ലോ. നിങ്ങളൊരു വലിയ മല കയറുകയാണെന്ന് വിചാരിക്കാം. നിങ്ങൾക്കറിയാം ആ മല കയറുമ്പോൾ അതിൻ്റെ മുകളിൽ ഉണ്ടാവുന്ന ഒരു വ്യൂ ആണ് ഏറ്റവും മനോഹരമായിട്ടുള്ള വ്യൂ. അത് ഫോക്കസ് ചെയ്തിട്ടാണ് നിങ്ങൾ മല കയറുന്നതെങ്കിൽ പാതി വഴിയാവുമ്പോഴേക്കും നിങ്ങൾ ക്ഷീണിച്ചു പോകും. നിങ്ങൾക്കത് മുഴുവനാക്കാൻ വേണ്ടി പറ്റില്ല. അതേസമയം നിങ്ങളൊരു ഹൈക്കറിനെ പോലെയാണ് മല കയറാൻ ശ്രമിക്കുന്നതെങ്കിൽ അതിൽ ഓരോ മൊമെൻറ്റും എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് മല കയറുന്നതെങ്കിൽ നിങ്ങൾ ഈസി ആയിട്ട് തന്നെ മുകളിലെത്തും. വന്ന വഴിയിൽ നിങ്ങളെ ഓരോ കാഴ്ചയും നിങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആവുകയും ചെയ്യും. ഇതുപോലെ ഈ മാർക്ക് സക്കർബർഗ് ആണെങ്കിലും എലോൺ മസ്ക് ആണെങ്കിലും ഇവർ ബില്യനേഴ്സ് ആയത് പൈസയുടെ പിന്നിൽ പോയതുകൊണ്ടല്ല. അവർ ഇഷ്ടപ്പെട്ട കാര്യം ജെനുവിനായിട്ട് ക്യൂരിയസ് ആയിട്ട് അവർ അതിൻ്റെ പിന്നിൽ പോയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് അവർ ഇത്ര വലിയ സമ്പന്നനായിട്ട് മാറിയത്. ഒരു രൂപ പോലും നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും എത്ര പാഷനേറ്റ് ആയിട്ട് എത്ര ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് എഫേർട്ട് ഇടാനും ഹാർഡ് വർക്ക് ചെയ്യാനും തയ്യാറുള്ളൊരു കാര്യമുണ്ടല്ലോ, അതാണ് ശരിക്കും നിങ്ങളുടെ കരിയർ എന്ന് പറയുന്നത്. വലിയ വലിയ ആൾക്കാരൊക്കെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണല്ലേ, നിങ്ങൾ പ്രോസസ്സ് അല്ലെങ്കിൽ നിങ്ങളെ ജേർണിയിൽ ഫോക്കസ് ചെയ്യാന്ന് പറയും. നിങ്ങൾ റിസൾട്ട് അല്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയും. പൈസ ഉണ്ടാക്കാനുള്ള ഏറ്റവും വലിയ ട്രിക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പൈസയുടെ പിന്നിൽ പോവാണ്ടിരിക്കുക എന്നുള്ളതാണ്. സോ ഭാവിയിൽ ഒരു ബില്യണർ ആവണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എന്താ പറഞ്ഞതെന്ന് മനസ്സിലായിട്ടുണ്ട്.